പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ വെച്ചുള്ള നല്ലൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എരിവൊരി ചെമ്മീൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. കുറച്ചെണ്ണം തലയോട് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. തലയോടെ എടുക്കുമ്പോൾ ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി നമ്മുടെ ഈ ഒരു ഡിഷ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും എടുത്ത് അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ്, അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി കയ്യിലില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി എടുക്കരുത്. കാരണം നമ്മളതിനകത്തേക്ക് ചില്ലി ഫ്ലെക്സ് ഉപയോഗിക്കുന്നുണ്ട്, വറ്റൽമുളക് ചതച്ചത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാശ്മീരി ചില്ലി കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. നമുക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ഡിഷിന്. ചെറിയുള്ളി ഞാനൊരു 25 എണ്ണം പോലെ ഉണ്ട്. ഏതാണ്ട് ഒരു 2 കപ്പോളം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂടെ 2 ടീസ്പൂൺ ആവശ്യമുള്ളൂ. പിന്നെ കറിവേപ്പില കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് വേണം, അത് പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഡിഷിലേക്ക്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ ഈ ഒരു മുളകാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചിരവിയ തേങ്ങ കൂടെ വേണം കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവിയതും കൂടെ ആവശ്യമുണ്ട്. ഇനി അരമണിക്കൂറിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പം ഒരു സൈഡ് ഒരു 3 മിനിറ്റ് അത്രയും ആവശ്യമുള്ളൂ. ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട, അപ്പം ആ ഒരു ചെമ്മീനൊക്കെ ഹാർഡായി പോവും. അപ്പോൾ ഒരു 3 മിനിറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട്, അപ്പം നമുക്ക് മുകളിൽ തന്നെ കണ്ടാൽ അറിയാം ഒരു വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ചെമ്മീൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യും. ആ സമയത്ത് വേണം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പം മൂടി വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതേ സൈഡിൽ കൂടെയൊക്കെ വൈറ്റ് കളർ വരുന്നത് കണ്ടില്ലേ? ഈ ഒരു സമയത്താണ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ അതിന് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. എല്ലാം നമുക്ക് മൊത്തത്തിലൊരു 5 മിനിറ്റ് 6 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ, അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട്. 2 സൈഡ് ഇപ്പം കറക്റ്റ് പാകത്തിന് തന്നെയാണ് അത് കുക്കായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ എടുത്ത് മാറ്റണേ. നമുക്കിനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞതില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. സവാള എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഷിനൊരു ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് സവാള എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. അരിഞ്ഞ് തന്നെ കൊടുക്കണം കേട്ടോ കറിവേപ്പില, എന്നാലേ നമ്മുടെ ചെമ്മീനിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അത് നമ്മൾ എടുത്ത് കളയാതെ ആ ഒരു ചെമ്മീൻ്റെ കൂടെ തന്നെ കഴിച്ചു പോകണമെങ്കിൽ ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക വേണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിങ്ങൾ വഴറ്റണം നിർബന്ധമായിട്ടും. അതിൻ്റെ മുന്നേ വെറുതെ ഒന്ന് വാടിയാൽ പോരാ. അപ്പോൾ ഈ ഒരു പാകത്തിനെത്തുമ്പോൾ തന്നെ അതിനകത്തേക്ക് വറ്റൽമുളക്, ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ അത് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ഡിഷിന് പാകത്തിനുള്ള എരിവാണുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവ് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ചിരവിയ തേങ്ങയാണ്, ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കണം, അപ്പോഴേ നമ്മുടെ ഈ ഡിഷ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതോടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ടുള്ളൊരു അളവുണ്ടല്ലോ, ആ ഒരു അളവും നമ്മുടെ തേങ്ങയുടെ അളവും ഏതാണ്ട് ഒരേപോലെ ആയിരിക്കണം. ഒരുപാട് കൂടിയും പോകണ്ട, ഒരുപാട് കുറഞ്ഞും പോകണ്ട തേങ്ങയുടെ അളവ് കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ടത് വറ്റി വരും വേണം. അതിൻ്റെ വെള്ളം, തേങ്ങയ്ക്കുള്ളിലുള്ള ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. അതുപോലെ എരിവ് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇടുമ്പോൾ ചിലപ്പം കുറച്ച് എരിവ് കുറയും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലെക്സ് ഈ സമയത്തും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ചെമ്മീനിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് പറ്റി പിടിച്ച് വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കരുത്. നമ്മൾ വെള്ളം ഫുള്ള് വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ വെള്ളമടക്കം നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 മിനിറ്റോളം ഞാൻ മൂടി വെച്ച് ചെറിയൊരു ആവി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചെമ്മീനിലേക്ക് ആ ഒരു മസാലയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം എരിവും എല്ലാം കയറും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഇവിടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഡിഷ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ചെറിയൊരു പുളിപ്പില്ലെങ്കിൽ ആ ഒരു ചെമ്മീൻ നമുക്ക് ഒരു ടേസ്റ്റ് എവിടെ ഒരു കമ്മി തോന്നും. അപ്പോൾ അതുകൊണ്ട് പാകം അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെമ്മീനിലേക്ക് ഈ ഒരു ഡിഷിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു എരിപൊരി ചെമ്മീൻ കഴിക്കാൻ ഏറ്റവും നല്ലത് നല്ല ചൂടുള്ള ചോറാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെമ്മീൻ്റെ ആ ഒരു പാകം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ഹാർഡല്ല, പക്ഷെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഉൾഭാഗമാണെങ്കിലും നല്ല സോഫ്റ്റാണ്. ചെറിയൊരു ജ്യൂസി ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചെമ്മീൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ മസാല, ഈ തേങ്ങ മസാലയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായും നോക്കുക കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം. ഇനി പുതിയൊരു ഡിഷുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.